ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റിന്യൂസ് പ്ലാനറ്റ്. ഇന്ന് ഞാനൊരു പ്രോൺസ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ആദ്യമായി തന്നെ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 4 to 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യമേ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് പ്രോൺസ് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വറുത്തെടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇതിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളം വരും, അത് നമ്മളൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ പ്രോൺസ് ഏകദേശം അങ്ങനെ വെള്ളമൊക്കെ ഊഴി വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് റൈസ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 700 to 800 ഗ്രാം പ്രോൺസും ഒരു 4 കപ്പ് അരിയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മല്ലി പുതിന അരിഞ്ഞെടുത്തത് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഗരം മസാല, അതുപോലെ തന്നെ ഉപ്പ്, അതുപോലെ നാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് കോരി മാറ്റാം. ഞാൻ റൈസ് വേവിച്ചെടുക്കുമ്പോൾ വിസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, വിസിലില്ല, ജസ്റ്റ് അടച്ചു വെച്ചാണ് വേവിച്ചിട്ടുള്ളത്. നമ്മൾ ഈ എണ്ണയിൽ, നമ്മൾ പ്രോൺസ് വറുത്തെടുത്ത എണ്ണയിലാണ് ഒണിയൻ വഴറ്റിയെടുക്കാൻ പോകുന്നത്. ഒരു 3 വലിയ ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 6 to 8 വലിയ വെളുത്തുള്ളി അല്ലിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമുക്ക് പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസസിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് ഊറി വരണം, അതുവരെ നന്നായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഇനി ആവശ്യം. ഞാൻ 3 വലിയ പഴുത്ത തക്കാളി ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് നമ്മൾ ഈ ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് വഴന്ന് ചേർന്ന് വരണം. ഈ സമയത്ത് ഞാൻ മസാലകൾ ചേർത്തു. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പറും കൂടിയാണ് ഞാൻ ഇതിൽ എരിവിനായിട്ട് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വരും. ഇതിലേക്കൊരു 4 to 5 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്തിട്ടുണ്ട്. വലിയ പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ, ഒരുപാട് പുളി വേണമെന്നില്ല. അപ്പോൾ അത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ ക്യാരറ്റൊക്കെ കുറച്ച് റോ ആയിട്ട് കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റെപ്പിലാണ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു ബൗള്, ഒരു 1.5 ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിന, മല്ലിയില ഒരു ചെറിയ ബൗൾ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു പിടിയോളം ഉണ്ടാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കറിവേപ്പില സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ബട്ട് എനിക്ക് ഇഷ്ടമാണ് ഫിഷ് ബിരിയാണിൻ്റെ കറിവേപ്പിലയുടെ ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം. പക്ഷേ കുറച്ച് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോൺസ് ഇട്ട ശേഷം നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒരു 5 മിനിറ്റ്സും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഫ്ലേവറെല്ലാം നന്നായിട്ട് ആ ഒണിയനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ ദമ്മ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കിവിടെ കനലോ അങ്ങനെയൊന്നും ഫെസിലിറ്റി ഇല്ലാത്തത് കാരണം നമ്മുടെ റൈസ് കുക്കറില്ലേ, റൈസ് കുക്കറിനകത്താണ് ദമ്മ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ റൈസും ഈ ഒരു സമയം കൊണ്ട് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസ് കുക്കർ എടുത്തു. അതിൽ ലെയറായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു ലെയർ റൈസ് ചേർത്തിട്ടുണ്ട്. ഞാൻ ഊറ്റിയിട്ടില്ല കേട്ടോ, ഞാൻ ചോറ് വറ്റിച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ പ്രോൺസിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തു. കുറച്ച് പുതിനയിലിട്ട് കൊടുത്തു, മല്ലിയിലയും കൂടെ ചേർത്തിട്ട് കൊടുത്തു. കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് അടുത്ത ലെയർ റൈസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടോടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിനകത്തുള്ള ഈ ചൂട് കൊണ്ടാണ് ഈ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ ഇതങ്ങ് ദമ്മായി കിട്ടുന്നത്. അടുത്ത ലെയറും കൂടെ പ്രോൺസ് ഞാൻ ചേർത്ത് റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ കണ്ട് കാണും, നമ്മൾ ടോട്ടൽ ഇതിലേക്ക് യൂസ് ചെയ്തത് ഒരു 4 to 5 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ്, കോക്കനട്ട് ഓയിൽ. ഏകദേശം ഇത് ഒരു 6-7 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. ഫൈനൽ ടച്ച് കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പുതിന, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടും. നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു മണം, സോഫ്റ്റ്നെസ്സും കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 20 മിനിറ്റ്സാണ് കേട്ടോ ദം ചെയ്തത്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഡാൽഡ ഒന്നും ചേർക്കാതെ പ്യുവർ കോക്കനട്ട് ഓയിലും കുറച്ച് ഗീയും കൂടെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അടുത്തൊരു ഹെൽത്തി റെസിപ്പി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.